وَدَّ كَثِيرٌ مِّنْ أَهْلِ الْكِتَابِ لَوْ يَرُدُّونَكُمْ مِنْ بَعْدِ إِيمَانِكُمْ كُفَّارًا حَسَدًا مِّنْ عِنْدِ أَنفُسِهِمْ مِنْ بَعْدِ مَا تَبَيَّنَ لَهُمُ الْحَقُّ فَاعْفُوا وَاصْفَحُوا حَتَّى يَأْتِيَ اللَّهُ بِأَمْرِهِ إِنَّ اللَّهَ عَلَى كُلِّ شَيْءٍ قَدِيرٌ وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَمَا تُقَدِّمُوا لِأَنفُسِكُم مِّنْ خَيْرٍ تَجِدُوهُ عِندَ اللَّهِ إِنَّ اللَّهَ بِمَا تَعْمَلُونَ بَصِيرٌ. ആയത്ത് 109. وَدَّ كَثِيرٌ مِّنْ أَهْلِ الْكِتَابِ لَوْ يَرُدُّونَكُمْ مِنْ بَعْدِ إِيمَانِكُمْ كُفَّارًا. നിങ്ങളുടെ സത്യവിശ്വാസത്തിന് ശേഷം നിങ്ങളെ നിഷേധികളാക്കി മടക്കുവാൻ വേദക്കാരിൽ പലരും മോഹിക്കുന്നു. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. അവർക്ക് സത്യം വ്യക്തമായതിനു ശേഷം അവരുടെ ഭാഗത്തു നിന്നുള്ള അസൂയയുടെ പേരിലാണ് അവരിപ്രകാരം ചെയ്യുന്നത്. ഫഅഫു വസ്ഫഹു, ആകയാൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവരിൽ നിന്നും മുഖം തിരിക്കുകയും ചെയ്യുക. ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അല്ലാഹു അവന്റെ പുതിയൊരു തീരുമാനം കൊണ്ടുവരുന്നത് വരെ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാണ്. വഅഖീമുസ് സ്വലാത വആതുസ് സകാഹ്, നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുക. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുൻകൂറായി ചെയ്യുന്ന എല്ലാ നന്മകളും പടച്ചവന്റെ അരികിൽ നിങ്ങൾ കണ്ടെത്തുന്നതാണ്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു കാണുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ശത്രുക്കളോട് എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനുള്ള അതിസുന്ദരമായ മറുപടിയാണ് ഈ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടം ശത്രുതകൾ പരന്നു നിൽക്കുന്നതായ കാലഘട്ടമാണ്. മതങ്ങൾക്കിടയിൽ, സംഘടനകൾക്കിടയിൽ, കുടുംബങ്ങൾ തമ്മിൽ, വ്യക്തികൾ പരസ്പരം അകൽച്ചയുടെയും ശത്രുതയുടെയും ദുരന്തങ്ങൾ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മുസ്ലിം സമുദായം ഒറ്റപ്പെടുത്തലുകളും വളരെ കടുത്ത എതിർപ്പുകളും നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ ആയത്തുകൾ നല്ല നിലയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, പ്രചരിപ്പിക്കാനും ഉദവി നൽകട്ടെ. وَدَّ كَثِيرٌ مِّنْ أَهْلِ الْكِتَابِ لَوْ يَرُدُّونَكُمْ مِنْ بَعْدِ إِيمَانِكُمْ كُفَّارًا
നിങ്ങൾ നിഷേധികളായി മാറണമെന്ന് വേദക്കാരിൽ ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധേയമാണ്. ഒന്ന്, ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള ശത്രുതയുടെ ഉന്നം ഈ വിശുദ്ധ ദർശനത്തിൽ നിന്നും അവരെ മാറ്റലാണ്, ബന്ധം മുറിക്കലാണ്. രണ്ട്, ധാരാളം ആളുകൾ നിഷേധികളിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതിന് തിരിച്ചും ഒരു അർത്ഥമുണ്ട്. വേറെ ധാരാളം ആളുകൾ ഇങ്ങനെ ആഗ്രഹിക്കാത്തവരുമുണ്ട്. ഏതെങ്കിലും നിഷേധികളുടെ ശത്രുത കാരണം ഒരിക്കലും നമ്മൾ മുഴുവൻ അമുസ്ലിമീങ്ങളെയും തെറ്റിദ്ധരിക്കരുത്. നല്ല ചിന്തയുള്ള നിഷ്പക്ഷരായ ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ടായിരിക്കും. ശേഷം പടച്ചവൻ പറയുന്നു, ഹസദം മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. സത്യം മനസ്സിലായതിനു ശേഷവും വെറും അസൂയയുടെ പേരിലാണ് അവർ ഇപ്രകാരം ചെയ്യുന്നത്. മനുഷ്യനെ അസൂയ എത്തിക്കുന്ന ദുരന്തപൂർണമായ ഒരു സ്ഥാനമാണ് കാര്യം മനസ്സിലാക്കിയാലും അംഗീകരിക്കാൻ സമ്മതിക്കാതിരിക്കുക. ചുരുക്കത്തിൽ ഇതാണ് ശത്രുത, അതിന്റെ യാഥാർത്ഥ്യം. ഇനി പടച്ചവൻ പറയുന്നു, ശത്രുക്കളോട് നിങ്ങൾ എങ്ങനെ വർത്തിക്കണം. ഫഅഫു വസ്ഫഹു, നിങ്ങൾ മാപ്പ് ചെയ്യുകയും മുഖം തിരിക്കുകയും ചെയ്യുക. ഹത്താ യഅതിയല്ലാഹു ബിഅംരി, പടച്ചവന്റെ പ്രത്യേകമായ തീരുമാനം വരുന്നത് വരെ. പടച്ചവൻ പറയുന്നു, നിങ്ങൾ ശത്രുക്കളുടെ ശത്രുത കണ്ട് പൊട്ടിത്തെറിക്കരുത്, എടുത്തുചാട്ടം നടത്തരുത്. തർക്കവിതർക്കങ്ങളും വഴക്കുകളും വയ്യാവേലികളും ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കരുത്. ചുമ്മാതെ അവിടുത്തെ കാര്യം എവിടെയും വേണ്ടതുപോലെയും വേണ്ടാത്തതുപോലെയും വാട്സാപ്പിലൂടെയും മറ്റും പ്രചരിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ സമയം വെറുതെ നശിപ്പിക്കരുത്. അല്ലാഹുവിലേക്ക് തിരിയുക. ഓരോ സമയത്തുമുള്ള പടച്ചവന്റെ കൽപ്പന എന്താണെന്ന് നോക്കി നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ഇപ്പോഴുള്ള കൽപ്പന നിങ്ങൾ മാപ്പ് കൊടുക്കുക, അവരിൽ നിന്നും മുഖം തിരിക്കുക. വെറുതെ ശത്രുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചകളും മറ്റും നടത്തി നിങ്ങൾ കാര്യങ്ങൾ മോശമാക്കാതിരിക്കുക. പടച്ചവന്റെ കൽപ്പന ഈ സമയത്ത് എന്താണ് ആ കാര്യം നിങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക. വളരെ ശ്രദ്ധിക്കണം. സഹനത എന്നതിന് അടി കൊണ്ടുകൊണ്ടേയിരിക്കുക എന്നർത്ഥമില്ല. അതുകൊണ്ട് പലർക്കും അത് കേൾക്കുന്നത് പോലും വെറുപ്പാണ്. ഈ സമയത്ത് പടച്ചവന്റെ കൽപ്പന എന്താണ്? നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഓരോ മഹല്ലിലെയും കാര്യകർത്താക്കളുമായി ബന്ധപ്പെട്ട് അവരെന്താണോ പറയുന്നത് ആ കാര്യം ചെയ്യുക. ഫഅഫു വസ്ഫഹു ഹത്താ യഅതിയല്ലാഹു ബിഅംരി. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയാകുമോ? ഒരു വലിയ സംശയം. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഈ മാർഗം നിങ്ങൾ സ്വീകരിച്ചാൽ രണ്ട് കാര്യം ചെയ്യാൻ പടച്ചവന് കഴിവുണ്ട്. ഒന്ന്, സുമനസ്സുകളായ ആളുകളുടെ മനസ്സുകൾ നന്നാകും. ഒന്നെങ്കിൽ അവർ സത്യം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സത്യത്തിന്റെ വക്താക്കൾക്ക് നല്ല നിലയിൽ ജീവിക്കാൻ അനുവദിക്കുകയോ ചെയ്യും. രണ്ട്, നിഷേധികളായ ആളുകളെ പടച്ചവൻ കൈകാര്യം ചെയ്യും. അത് എങ്ങനെയാണെന്ന് അള്ളാഹുവിന് തന്നെ അറിയാം.
ഇതെല്ലാം നടപ്പിലാക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്. നബിമാരിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ലോകാവസാനം വരെയും നടപ്പിലാക്കുകയും ചെയ്യും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകയാൽ പടച്ചവന്റെ കഴിവിലേക്ക് നോക്കി നിങ്ങൾ മാപ്പ് കൊടുക്കിൻ. അവരിൽ നിന്നും മുഖം തിരിച്ച് നിങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കിൻ. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, വിശ്വാസം ശരിയാക്കിൻ, കർമ്മം നന്നാക്കിൻ, പടച്ചവനുമായിട്ടുള്ള ബന്ധം ശരിയാക്കിൻ, പ്രവാചകനുമായിട്ടുള്ള ബന്ധം നന്നാക്കിൻ, നാം പരസ്പരം ബന്ധങ്ങൾ കൂട്ടിയിണക്കിൻ, അമുസ്ലിമീങ്ങളുമായി നല്ല നിലയിൽ ബന്ധപ്പെടിൻ. ഇന്നത്തെ പടച്ചവന്റെ നിർദ്ദേശം അതാണെന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. ഇതേ കാര്യം വീണ്ടും ആയത്ത് സൂചിപ്പിക്കുന്നു. വഅഖീമുസ് സ്വലാത വആതുസ് സകാത്ത്. നമസ്കാരം ശരിയായ നിലയിൽ നിർവഹിച്ച് പടച്ചവനുമായിട്ടുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കും. നമസ്കാരത്തിന്റെ സമയം, രൂപം, വാചകം, മനസ്സ്, സുന്നത്ത് മര്യാദകളെല്ലാം പാലിച്ച് നല്ല നിലയിൽ നിസ്കരിക്കും. നിസ്കാരത്തെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യമാക്കി മാറ്റിൻ. വആതുസ് സകാത്ത്. ദാനധർമ്മങ്ങൾ ശരിയായ നിലയിൽ നിർവഹിച്ച് സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം നന്നാക്കിൻ. ആരെയും അന്യായമായി ഉപദ്രവിക്കാതിരിക്കിൻ. മനസ്സുകൊണ്ട് സേവിക്കിൻ, നാവുകൊണ്ട് സഹായിക്കിൻ, ശരീരം കൊണ്ട് സേവനങ്ങൾ ചെയ്യൻ, സമ്പത്ത് കൊണ്ട് സേവനം ചെയ്യൻ. അത് രണ്ടു തരം. ഒന്ന് സക്കാത്ത്, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് സമ്പത്തിന്റെ 2.5% എത്തിച്ചു കൊടുക്കിൻ. 2 സദഖകൾ സൗകര്യത്തിനനുസരിച്ച് ആവശ്യക്കാരായ ആളുകൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യൻ. വഅഖീമുസ് സ്വലാത വആതുസ് സകാത്ത്. യാ അല്ലാഹ്, നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി താ പടച്ചവരെ. ഞങ്ങൾ കഴിവില്ലാത്തവരാണ്. അല്ലാഹുവേ, നിന്റെ അദൃശ്യമായ കഴിവിൽ വിശ്വസിച്ച് നിന്റെ കൽപ്പനകൾ പാലിക്കാൻ തൗഫീഖ് തരിൻ. ശത്രുക്കൾക്ക് മാപ്പ് കൊടുക്കിൻ. അവരിൽ നിന്നും മുഖം തിരിച്ച് നിങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കിൻ. നിങ്ങളുടെ വ്യക്തിജീവിതം നന്നാക്കിൻ. കുടുംബത്തെ നന്നാക്കാൻ പരിശ്രമിക്കിൻ. പ്രത്യേകിച്ചും സന്താന പരമ്പരകളെ നിസ്കാരവും സക്കാത്തുമായി ബന്ധിപ്പിക്കിൻ. എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും പരിശുദ്ധ ഖുർആൻ കൊടുക്കിൻ. ഒരിക്കലും ശത്രുക്കളുടെ കളി പടച്ചവൻ വിജയിപ്പിക്കത്തില്ല. ഖുർആൻ കയ്യിലുള്ളവൻ എത്ര വരെ പാപം ചെയ്താലും ശരി മുർത്തദ്ദാവുകയില്ല. ഇന്നത്തെ അടിസ്ഥാന പ്രശ്നം മുർത്തദ്ദാക്കലാണ്. ശരിക്കും തിരിച്ചറിയണം. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. ഇങ്ങനെയുള്ള മാപ്പ്, പടച്ചവനുമായിട്ടുള്ള ബന്ധം, ദാനധർമ്മങ്ങൾ, ഇതെല്ലാം ചെയ്യാനുള്ള വലിയൊരു പ്രേരണ പടച്ചവൻ നൽകുന്നു. നിങ്ങൾ എന്ത് നന്മ ചെയ്താലും, അത് രാത്രിയുടെ ഇരുട്ടിലാകട്ടെ പകൽ വെളിച്ചത്തിലാകട്ടെ, ഒരാളോട്, 2 പേരോട്, ചെറിയ സദസ്സിനോട് എല്ലാം ആകട്ടെ, എല്ലാം അല്ലാഹു തആല അറിയുന്നുണ്ട്. അതിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ വലിയൊരു കുഴപ്പമാണ് ലക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിനെ സംബോധന ചെയ്യൽ, അയാളിലൂടെ ലോകം മുഴുവനും പരിവർത്തനമുണ്ടാകൽ. സഹോദര, ഖുർആൻ ശ്രദ്ധിക്കും. നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അത് പടച്ചവന്റെ അരികിലെത്തിക്കും. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു കാണുന്നുണ്ട്. രാത്രിയുടെ ഇരുട്ടിൽ ചെയ്യുന്ന സുജൂദുകൾ, ഓരോ വ്യക്തികളെയും കണ്ട് നിങ്ങൾ സ്ഥാപിക്കുന്ന ബന്ധങ്ങൾ എല്ലാം അല്ലാഹു കാണുന്നുണ്ട്. അതിന് ശരിയായ പ്രതിഫലം നൽകും. നിങ്ങൾക്ക് ഉത്തമ പ്രതിഫലം. എതിരാളികൾ ഒന്നുകിൽ നന്നാകും, അല്ലെങ്കിൽ പടച്ചവൻ കൈകാര്യം ചെയ്യും. അല്ലാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ പരിഹാരമാണ്, ഖുർആൻ മരുന്നാണ്, ഖുർആൻ വിളക്കാണ്, ഖുർആൻ പ്രശ്നങ്ങളുടെ പൂരണമാണ്, സമസ്യകൾക്കുള്ള പരിഹാരമാണ്. അല്ലാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ.